10th പ്രിലിംസിലെ നവോത്ഥാനം എന്ന ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ആ വന്ന ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഈ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിനെയാണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രശസ്ത കവിയായിട്ടുള്ള കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ പ്രരോദനം എന്ന കൃതിയിലാണ് ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ജി ശങ്കരക്കുറുപ്പും ഗുരുവിനെ സമാനമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നീട് നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത് P.K. ബാലകൃഷ്ണനാണ്. ജീവിക്കുന്ന ദൈവമെന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. 1892 അദ്ദേഹം ഗുരുവിനെ സന്ദർശിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ മാത്രം നോക്കാം. 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മരണം 1928 സെപ്റ്റംബർ 20 വർക്കലയിൽ വെച്ചായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായിട്ടുള്ളത്. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 നടത്തി. അവിടെ ഒരു സന്ദേശം എഴുതി വെച്ചിട്ടുണ്ട്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് സന്ദേശം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. SNDP യോഗം സ്ഥാപിക്കുന്ന എന്നാണ് 1903 മെയ് 15 ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവായിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ആലുവയിലാണ് സർവ്വമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ആലുവ സർവ്വമത സമ്മേളനം 1924 നടക്കുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ സർവ്വമത സമ്മേളനമായിരുന്നു. അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് T. സദാശിവ അയ്യർ ആയിരുന്നു. മദ്രാസ് ഹൈക്കോടതി മുൻ ജഡ്ജിയായിരുന്നു. സ്വാഗത പ്രസംഗം നടത്തിയത് സ്വാമി സത്യവ്രതനായിരുന്നു. പങ്കെടുത്ത പ്രമുഖരാരൊക്കെയാണ്? മന്നത്ത് പത്മനാഭൻ, C.V. കുഞ്ഞിരാമൻ, സഹോദരൻ അയ്യപ്പൻ, മുഹമ്മദ് മൗലവി എന്നിവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകത്തിലെ വരികളാണ്. ദൈവദശകം മലയാളത്തിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഒരു കൃതിയാണ്. ഇതിലെ ശ്ലോകങ്ങളുടെ എണ്ണം 10. അതുകൊണ്ടാണ് ദശകം എന്ന് വിളിക്കുന്നത്. 1914 ഏകദേശം 1914 ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് ദൈവദശകം രചിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. സാർവലൗകികമായൊരു പ്രാർത്ഥന, ഒരു യൂണിവേഴ്സൽ പ്രെയറിൻ്റെ രൂപത്തിലാണ് ദൈവദശകം രചിക്കുന്നത്. ഏതു മതസ്ഥർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രെയർ എന്ന രൂപത്തിൽ, അല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് അദ്വൈത ദീപിക, അനുകമ്പാ ദശകം, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, ബ്രഹ്മവിദ്യാനുസന്ധാനം, ബ്രഹ്മവിദ്യാ പഞ്ചകം, നിർവൃതി പഞ്ചകം, ജാതി നിർണയം അല്ലെങ്കിൽ ജാതി ലക്ഷണം. സംസ്കൃത കൃതികളാണ് ദർശനമാല, വിനായകാഷ്ടകം, ഭദ്രകാളിയാഷ്ടകം, ഗജേന്ദ്രമോക്ഷം. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള കൃതികളാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ അല്ല. ഇത് രണ്ടും ചട്ടമ്പി സ്വാമികളുടേതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന പ്രസിദ്ധ വാക്യമുയർത്തി. അത് ശരിയാണ്. സമത്വ സമാജത്തിൻ്റെ സ്ഥാപനം ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു അല്ല, വൈകുണ്ഠ സ്വാമികളുടേതാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ ഒരേ ഒരു ജോഡി മാത്രമേ ശരിയായിട്ടുള്ളൂ. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് എന്നുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ആപ്തവാക്യം. മതപരിവർത്തന രസവാദം എന്ന കൃതിയുടെ കർത്താവ്. ഈ കൃതി കുമാരനാശാൻ്റേതാണ്. കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഇവിടെ ശരിയായിട്ടുള്ളത് ചോദിച്ചേക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ B ആണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശ്രീധർമ്മ സമത്വ സമാജം സ്ഥാപിച്ചു. ശ്രീധർമ്മ സമത്വ സമാജം അല്ല, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ചരി, ശിവശതകം മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ഇവിടെ ശരിയായിട്ട് വരുന്നത് 2ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ചിലപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അദ്ദേഹം ആർക്കാണ് സമർപ്പിച്ചത്? ചട്ടമ്പി സ്വാമികൾക്ക്.
അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. ഈ പ്രശസ്തമായ വരികൾ ഗുരുവിൻ്റെ ഏത് കൃതിയിലേതാണ്? ആത്മോപദേശ ശതകത്തിലേതാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവൻകോട് ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിൽ 1927 ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏതാണ്? തലശ്ശേരിയിലാണ്. 1927 സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് മൂർക്കോത്ത് കുമാരനായിരുന്നു. ശ്രീനാരായണ ഗുരു 1924 വാദിക്കാനും ജയിക്കാനുമല്ല അറിയിക്കാനുമാണ് എന്ന സന്ദേശത്തോടെ സർവ്വമത സമ്മേളനം സംഘടിപ്പിച്ചത് എവിടെ വെച്ചാണ്? ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിക്കുകയും ജ്ഞാനോദയം ലഭിക്കുകയും ചെയ്തതായി വിശ്വസിക്കപ്പെടുന്ന മരുത്വാമലയിലെ ഗുഹയുടെ പേരെന്താണ്? പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു രചിച്ച പ്രമുഖ തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ എന്ന് പറയുന്നത്. 10th പ്രിലിംസിൽ ചോദിച്ച ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള എല്ലാ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചുരുക്കം ചില ഫാക്റ്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് പോവുക.